അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ആ പരാതിയിൽ തന്നെ വ്യക്തമായി ഞാൻ പറയുന്നുണ്ട്. ഡ്രൈവർ ഞങ്ങളോട് ഷൗട്ട് ചെയ്യുകയും അദ്ദേഹം എന്നെ കാറിലിരുന്ന എന്നെയും എന്റെ സഹോദരന്റെ ഭാര്യയെയും അദ്ദേഹം അസഭ്യം കാണിച്ചതുകൊണ്ടാണ്. ഒരു പ്രത്യേകതരം ആക്ഷൻ, ലൈംഗിക ചുവയുള്ള ആക്ഷൻ ഡ്രൈവർ യദു പാതിരാത്രി തങ്ങൾക്ക് നേരെ, അതായത് പുറകിലെ സീറ്റിൽ ഇരുന്നിരുന്ന ആര്യ രാജ്യത്തിനും സഹോദര ഭാര്യയ്ക്ക് നേരെ കാണിച്ചു എന്നതാണ് പ്രധാന പ്രശ്നം. പുറകിൽ വരുന്ന ഒരു കാറിന്റെ പുറകിലത്തെ സീറ്റിൽ 2 സ്ത്രീകൾ ഇരിക്കുന്നുണ്ടെന്നും അവരെ ലൈംഗികമായ ചേഷ്ടകൾ കാണിക്കാൻ, ഇതൊക്കെ എന്താണ് ഈ നാട്ടിൽ നടക്കുന്നതാണ്? ഈ പുറകെ വരുന്ന ഒരു കാറിൽ ആര്യ രാജേന്ദ്രൻ ഉണ്ടെന്ന്, ഇതൊന്നും അയാളുടെ പ്രിയോറിറ്റിയിലില്ല ഡ്രൈവറുടെ. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ഇവരിങ്ങനെ ഓവർടേക്ക് ചെയ്യാൻ സമ്മതിച്ചില്ല, സൈഡ് കൊടുത്തില്ല, ലൈംഗിക ആംഗ്യം കാണിച്ചു, ഇങ്ങനെയൊക്കെ പരാതി പറയുന്നത് ഇവരുടെ അന്തസ്സിനെ ചേർന്നതാണ്. നല്ല ബെസ്റ്റ് മോളാ, ഇതിന്റെ ഒരു വിത്ത് കിട്ടോ? ഞങ്ങളുടെ ഈ സൈസ് ഇല്ല. ഒരു വണ്ടി പരസ്യമായിട്ട് തടഞ്ഞു നിർത്തുക, അതിലുള്ള ആൾക്കാരെ ഇറക്കി വിടുക, അതിന്റെ വീഡിയോ എടുത്ത് ആളിന്റെ അടുത്ത് നിന്ന് മൊബൈൽ വാങ്ങിച്ച് അത് ഡിലീറ്റ് ചെയ്യുക. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. അല്ല, ആര്യ രാജേന്ദ്രൻ ഒരു കളവും കൂടി പറയുന്നുണ്ട്. ഇവര് വണ്ടി കുറുകെ കൊണ്ടുവന്നിടുക, അത് വീഡിയോയിൽ കൃത്യമായിട്ട് ദൃശ്യം കാണുന്നുണ്ട്. എന്നാൽ ഇവര് പറയുന്നത് അങ്ങനെയല്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അവിടെ റെഡ് സിഗ്നൽ ആയിരുന്നു. നിങ്ങൾക്ക് CCTV പരിശോധിക്കാമല്ലോ, അവിടെയൊക്കെ CCTV ഉണ്ട്. ബസ്സിന് മുന്നിലേക്ക് വാഹനം പാർക്ക് ചെയ്യുകയും ഞങ്ങൾ ഇറങ്ങിയതിനു ശേഷം വാഹനം മാറ്റിയിടുകയുമാണ് ചെയ്തത്. എന്താണിത്? CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് മേയറുടെ വാദം പൊളിഞ്ഞത്. സാഫല്യം കോംപ്ലക്സിന് മുന്നിലെ സിഗ്നലിൽ കാർ ബസ്സിന് കുറുകെ ഇട്ടിരിക്കുന്നു, അതും സീബ്ര ലൈനിൽ. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. ആര്യ രാജേന്ദ്രന്റെ ഒരു ധാരണ അവരെന്തോ വലിയൊരു പോസ്റ്റിലാണെന്നാണ്. അതെ, ഇടഞ്ഞ ഞാൻ കൊല കൊമ്പനാ, കൊല കൊമ്പൻ. ഇടഞ്ഞില്ലെങ്കിലോ കൊലയില്ലാത്ത കൊമ്പൻ. ഭർത്താവ് എന്ന് പറയുന്ന ഈ കോന്തൻ സച്ചിൻ ദേവ്, അവനെ MLA ആണല്ലോ, അവനെങ്കിലും തലയ്ക്ക് വിളും, അവൻ അതിലും വലിയ ഗുണ്ട. പുത്തിയോസിന്റെ എനിക്കറിയാം, ജോസിനോട് പറഞ്ഞേരെ. വാസ്തവം പറഞ്ഞാൽ ആ കുട്ടിയെ മേയർ സ്ഥാനത്ത് നിന്നും മാറ്റേണ്ടതാണ് CPM. നല്ല കുട്ടി, ഒറ്റ മോളേ ഉള്ളൂ, മതിലോ. കുറച്ച് തലയ്ക്ക് വിളിവുള്ള പക്വതയുള്ള ആരെങ്കിലും വെക്കുക. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ. എന്തോ ഞാൻ അതിന് തന്നാലും വിളിച്ചില്ല. വിളിച്ചു തന്നെ ഒരു വല്ലം